നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെള്ളയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. കറിയൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ് ഇത് വെറുതെ കഴിക്കാനും. ഒപ്പം നമ്മൾ കോമ്പിനേഷനായിട്ട് റെഡിയാക്കുന്നത് കടലക്കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അര ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റോ ഇൻസ്റ്റന്റ് ഈസ്റ്റോ ഏതാണെങ്കിലും ഈ സെയിം ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ തരികളൊക്കെ ഉടഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരല്പസമയം മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ചോറാണ്. അവില് നനച്ചു വെച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ടരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ മട്ടരി തന്നെ ചേർത്തത്. പിന്നെ തേങ്ങ നമുക്ക് കൂടിയാലും അതനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും. ഞാനിപ്പം ഒരു 1/2 ബൗൾ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് മൊത്തം 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 2.25 ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത്. അരിപ്പൊടി എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ 2.25 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി വന്നു. നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ദോശമാവിന്റെ അത്രയും കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇൻസ്റ്റന്റ് ഈസ്റ്റും ഇട്ട് അടിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പം ഈസ്റ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ ചേർക്കുന്നത്. കാരണം നമ്മുടെ ഈസ്റ്റിന്റെ ടേസ്റ്റ് ചില സമയത്ത് മിക്സിയിട്ട് അരക്കുമ്പോൾ മുന്നിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് നല്ലപോലെ അത് അലിയിപ്പിച്ച ശേഷം ഇളം ചൂടുവെള്ളത്തിൽ അലിയിപ്പിച്ച ശേഷം ചേർക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 2.25 ഗ്ലാസ് വെള്ളം ചേർത്താറുന്നല്ലോ മിക്സ് ചെയ്യാൻ. അതും ഇളം ചൂടുവെള്ളം തന്നെയാണ്. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇളം ചൂടുവെള്ളത്തിൽ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും നമുക്ക്. നമ്മിപ്പോ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഇനി ഇത് അടച്ചു വെക്കാം. എനിക്കൊരു കറക്റ്റ് 5 മണിക്കൂർ ആയപ്പോഴേക്കും ഇതേപോലെ പൊങ്ങിക്കിട്ടി. നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഈ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. കാരണം നെക്സ്റ്റ് ടൈം അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ഈസ്റ്റിന് പകരം നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 1/2 ബൗള് തേങ്ങാക്കൂടി എടുത്തിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മളിപ്പോൾ അരച്ച തേങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അപ്പം ചുടുന്നതിന് മുമ്പ് ഇങ്ങനെ തേങ്ങ ചേർത്തിട്ട് അപ്പം റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന്. തേങ്ങ ചേർത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതേപോലെ തേങ്ങ ചേർത്തിട്ട് അപ്പം ഫ്രഷ് ആയി ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പത്തിന്. അപ്പൊ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ചട്ടി ചൂടായ ശേഷം അതിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പെട്ടെന്ന് നമ്മുടെ അപ്പം റെഡിയായി കിട്ടും. നമ്മുടെ അപ്പത്തിന്റെ മാവ് തീരെ വെള്ളം പോലെ ആയി പോകരുത് കേട്ടോ. ഒരു ചെറിയ രീതിയിൽ കട്ടി വേണം.
ദോശമാവിന്റെ ഒക്കെ ഒരു പരുവം. അതേപോലെ തന്നെ അധികം നേരം ഇങ്ങനെ ചുറ്റിക്കരുത്, ഒരൊറ്റ ചുറ്റിക്കൽ മാത്രം ചെയ്താൽ മതി. കണ്ടോ, നല്ല രീതിയിൽ ബബിൾസ് ഒക്കെ വന്നിട്ട് നമ്മുടെ അപ്പം പെട്ടെന്ന് റെഡിയാവും. റെഡി ആയിട്ടുണ്ട്. അപ്പൊ അധികം മൊരിയിച്ചിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് അതിക്ക് മുമ്പ് തന്നെ നമുക്ക് അപ്പം ചട്ടിയിൽ നിന്ന് എടുക്കാം. എനിക്ക് ചെറിയൊരു ബ്രൗണിഷ് കളർ വരുന്നതാണ് ഇഷ്ടം. സൈഡ് മുരിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. കണ്ടോ, ഇതൊരു 20-25 സെക്കൻഡ് ആയപ്പോ തന്നെ എടുത്തു. അധികം ബ്രൗൺ ആവുന്നതിന് മുമ്പ് തന്നെ ഈ അപ്പം റെഡിയാക്കി. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. കണ്ടോ, നമ്മുടെ സുന്ദരി വെള്ളയപ്പം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. ഈ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കടലക്കറി റെഡിയാക്കാം. ഇത് തലേദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണ്, ഒരു 8-9 മണിക്കൂറോളം. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ ഒരു 4-5 മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ടാൽ മതി. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. തക്കാളി വലുതായിട്ട് കിടക്കണത് ഇഷ്ടമല്ലെങ്കിൽ ചെറിയ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇവയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ പെരണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി നമ്മൾ ഇതിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടലയും കട്ടൻ ചായയും എന്നും പറഞ്ഞിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് നമുക്ക് കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പത്തിന്റെ കൂടെ ആയാലും പുട്ടിന്റെ കൂടെ ആണെങ്കിലൊക്കെ കടലക്കറിക്ക് അല്പം ചാറ് വേണം, അതാണ് ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചേർത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് വെള്ളത്തിന്റെ ഒപ്പത്തിന് നിൽക്കണം, എന്നാലേ കടലയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. എനിക്കൊരു 5 വിസിലായപ്പോഴേക്കും കടല വെന്ത് കിട്ടി. കറക്റ്റ് വേവില് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയില് മല്ലിപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതാണ് ഈ കറിയുടെ സ്വാദം എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇതേപോലെ കട്ടയിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഒരു പകുതി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം, അതായിരിക്കും കൂടുതൽ സ്വാദ്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
അധികം വഴന്നു വരണ്ട. ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടല വേവിക്കാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ജസ്റ്റ് ഒന്ന് വഴന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ആ മല്ലി മൂപ്പിച്ചൊരു മണമുണ്ട്. ആ മണം വരുന്നവരെ ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിലേക്ക് അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് കടലക്കറിയിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മ ഒഴിച്ച വെള്ളം കറക്റ്റ് ആയിരുന്നു. അധികം നമുക്ക് വറ്റിക്കൊന്നും വേണ്ട. കണ്ടോ, അങ്ങനെ നമ്മുടെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ അപ്പത്തിന്റെയും കടലക്കറിയുടെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും താങ്ക് യു.